أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കയെക്കുറിച്ചും കഅബയെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും ബലിപെരുന്നാളിനെക്കുറിച്ചുമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു കുടുംബമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബമാണ്. ഹജ്ജ് മാസമോ ബലിപെരുന്നാളോ ഒന്നുമാകാതെ തന്നെ എല്ലാ ദിവസവും നാം ചൊല്ലുന്ന സ്വലാത്തിൽ, നമ്മുടെ നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന സ്വലാത്തിൽ നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അതാണ് നാം നമസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ, കാരുണ്യം ലഭിക്കാൻ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയ്യത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നടത്തിയിട്ടുള്ളത്. എന്താണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത? മക്കയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം, ഹാജർ റളിയല്ലാഹു അൻഹ, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇങ്ങനെ പിതാവും മാതാവും മകനും. എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത? ഇത് അറിഞ്ഞിട്ട് നമുക്കെന്താണ്? നമുക്കങ്ങനെ ആകാൻ കഴിയുമോ? ആകേണ്ടതുണ്ടോ? എന്തിനാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചരിത്രം പറയുന്നത്? കഥ പറഞ്ഞ് നേരം കളയാനാണോ? അങ്ങനെ ആരുടെയെങ്കിലും ഭാവനയിൽ അവരുടെ തൂലികത്തുമ്പിൽ ഉരുത്തിരിഞ്ഞു വന്ന കഥയല്ല പരിശുദ്ധ ഖുർആൻ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്, പാഴ്വർത്തമാനങ്ങൾ പറയുന്നവൻ്റേതല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ കലാമിനെ നമുക്ക് നൽകുമ്പോൾ അതിൽ ഒരക്ഷരം പോലും പാഴായിട്ടുള്ളതില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണല്ലോ നമ്മൾ മുഅ്മിനുകളാകുന്നത്. അപ്പോൾ ധാരാളം സ്ഥലമെടുത്ത് അനേക തവണ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നു. ഭാര്യയെക്കുറിച്ച് പറയുന്നു, മകനെക്കുറിച്ച് പറയുന്നു, മക്കളെക്കുറിച്ച് പറയുന്നു, ആ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നു, ആ മില്ലത്തിനെ കുറിച്ച് പറയുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത് മാതൃകയാണ്.
ആ വഴിക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ വഴിയിലാണ് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകേണ്ടത്. അതിനനുസൃതമായാണ് നാം നമ്മുടെ കുടുംബത്തെ പരിവർത്തിപ്പിക്കേണ്ടത്. അതിന് പരിശ്രമിക്കാനാണ് അള്ളാഹു നമുക്ക് സമ്പത്തും ആരോഗ്യവും ബുദ്ധിയും തിരിച്ചറിവും ഒക്കെ നൽകിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം അധ്വാനിക്കുന്നവരാണ്. വ്യത്യസ്ത തലങ്ങളിൽ ശാരീരിക അധ്വാനമുണ്ട്, ബുദ്ധിപരമായ അധ്വാനമുണ്ട്, പലതരത്തിലുള്ള അധ്വാനങ്ങൾ. ഈ അധ്വാനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ നാം അധ്വാനിക്കുമ്പോഴാണ് നാം അള്ളാഹുവിൻ്റെ അടിമയാകുന്നത്. നാം ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യവാന്റെ ദാസന്മാർ എന്ന പദവിയിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെ കഠിനാധ്വാനം ചെയ്തും പരിശ്രമിച്ചും നന്നായി ആസൂത്രണം നടത്തിയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും തിരുത്തിക്കാൻ, പരിവർത്തിപ്പിക്കാൻ, നല്ല വഴിയിൽ നടത്താൻ ഉള്ള ആഹ്വാനവും പ്രചോദനവും കൽപ്പനയുമാണ് ഈ ചരിത്രങ്ങൾ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ 3 പേരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ സമർപ്പണത്തിൻ്റെ 3 വ്യത്യസ്ത ഭാവങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഓരോരുത്തരെ നമുക്ക് നോക്കാം. ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ. അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാൻ ഇതാ വന്നിരിക്കുന്നു, ലബൈക്ക്. പടച്ചതമ്പുരാന്റെ കൽപ്പനക്ക് മുമ്പിൽ അല്പം പോലും ശങ്കിച്ചു നിൽക്കാതെ, വേണോ വേണ്ടേ, നാളെ പോരെ എന്നൊന്നും വിചാരിക്കാതെ, ഞാനിതാ ഹാജരാണ്, എപ്പോഴും സന്നദ്ധമാണ്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, നീ കീഴടങ്ങുക, മുസ്ലിമാവുക, നീ അനുസരണയുള്ളവനാവുക. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഒരു സംശയമില്ല, പിന്നത്തേക്ക് വെക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിക്കുന്നില്ല. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവിൻ്റെ മുമ്പിൽ മുസ്ലിമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഹനീഫിയത്ത്, പരിശുദ്ധ ഖുർആനിൽ അത് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫായിരുന്നു എന്ന്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. തീർച്ചയായും ഞാൻ നേർവഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. അള്ളാഹുവിൻ്റെ സ്നേഹിതൻ എന്ന ഒരു സ്ഥാനം. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. സൽക്കർമ്മകാരിയായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിന് കീഴൊതുക്കുകയും നേർവഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഇബ്രാഹീമിൻ്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ ഒരു ദീൻ സ്വീകരിച്ചവൻ ആരുണ്ട്? അതുകൊണ്ട് അള്ളാഹു ഇബ്രാഹിമിനെ ഉറ്റമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അങ്ങനെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്.
കുറെ ആളുകൾ അള്ളാഹു ആദ്യം തന്നെ തെരഞ്ഞെടുത്തു. നമുക്കിപ്പോൾ എന്താ, നമുക്കതിലൊക്കെ എന്തെങ്കിലും ഇടപെടാൻ കഴിയുമോ, നമുക്ക് അങ്ങനെ ആകാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഖലീലായി തെരഞ്ഞെടുത്തത്? അത് ഇബ്രാഹിം അലൈഹിസ്സലാം സമ്പൂർണമായി ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചത് കൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫായി നിലകൊണ്ടത് കൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ധാരാളക്കണക്കായ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഓർക്കുക, ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ നാഥൻ ചില കൽപ്പനകളിലൂടെ പരീക്ഷിച്ചു. അദ്ദേഹം അതൊക്കെയും നടപ്പാക്കി. അപ്പോൾ അള്ളാഹു അരുളി, നിന്നെ ഞാൻ ജനങ്ങളുടെ നേതാവാക്കുകയാണ്. അപ്പൊ നിഷ്കളങ്കമായി ഇബ്രാഹിം നബിയുടെ ചോദ്യം, ഖാല വമിൻ ദുരിയതി, എൻ്റെ മക്കളെ അങ്ങനെ ആക്കുവോ? ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. അള്ളാന്റെ മറുപടി ആക്കുന്നു ആക്കൂല എന്നാണോ മറുപടി? അക്രമികളായ ആളുകൾക്ക് എൻ്റെ കരാർ ബാധകമല്ല. ലോകത്തിന്റെ നേതാക്കളും നായകരുമാക്കാൻ ജനങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും. പക്ഷേ ദുൽമ് ചെയ്യുന്നവർക്ക് എൻ്റെ വാഴ ബാധകമല്ല. അപ്പോൾ ജീവിതത്തിൽ ദുൽമില്ലെന്ന് ഉറപ്പുവരുത്തി ഇബ്രാഹിമിന്റെ പാതയെ സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളുടെ നായക സ്ഥാനമുണ്ടാകും എന്ന ഇബ്രാഹിം നബിയുടെ കൽപ്പന ബാധകമാണ് എന്നർത്ഥം. കൽപ്പനകളോടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിശ്വസ്തതയുണ്ടല്ലോ. ഇബ്രാഹിം അല്ലദീ വഫ. അല്ലാഹു പറയാണ് സൂറത്തുൻ നജ്മിൽ, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഹൃദയം, മനസ്സ്, ഇത് ജാഅ റബ്ബുഹു ബിഖൽബിൻ സലീം, ശുദ്ധഹൃദയനായ അദ്ദേഹം തൻ്റെ നാഥന്റെ സന്നിധിയിൽ ചെന്ന സന്ദർഭം. ഇങ്ങനെ ഇബ്രാഹിം നബിയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞതെടുത്ത് പരിശോധിച്ച് നോക്കുക. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നോക്കുക. ഈ ഇബ്രാഹിമിന്റെ വഴിയിലേക്ക് നിങ്ങൾ വരണം എന്ന് കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മുടെ ബലിപെരുന്നാളും നമ്മുടെ ഇബ്രാഹിമി സ്വലാത്തും നമ്മുടെ ഹജ്ജുമൊക്കെ കേവലമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണോ ചെയ്യുന്നത് എന്ന് നാം പരിശോധിക്കുക. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫായിരുന്നു, മുസ്ലിമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുഴുവൻ കൽപ്പനകളും അപ്പാടെ അനുസരിക്കുന്നവനായിരുന്നു. അതാണ് പ്രത്യേകത. മകനോ ഇസ്മായിൽ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ 12ഓളം സ്ഥലങ്ങളിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യ. സൂറ മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇസ്മായിൽ അലൈഹിസ്സലാം, ഈ പുസ്തകത്തിൽ ഇസ്മായിലിന്റെ കാര്യവും പരാമർശിക്കുക. തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം നന്നായി പാലിക്കുന്നവനായിരുന്നു, ദൂതനും പ്രവാചകനുമായിരുന്നു. അള്ളാഹുവോട് ചെയ്യുന്ന വാഗ്ദാനം പാലിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ്? നമ്മുടെ ഷഹാദത്ത് കലിമ ഒരു വാഗ്ദാനമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് നമ്മുടെ ഒരു വാഗ്ദാനമാണ്. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതൊരു വാഗ്ദാനമാണ്. അള്ളാഹുവാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്, അതനുസരിച്ച് ഞാൻ ജീവിക്കൂ എന്ന ഒരു വാഗ്ദാനമാണ്.
പാലിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണുള്ളത്? നമ്മുടെ ശരീരം, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ ഈ വാഗ്ദാന പൂർത്തീകരണത്തിനാണോ നാം വിനിയോഗിക്കുന്നത് എന്ന് നാം ആലോചിച്ച് നോക്കുക. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. കഅബയുടെ നിർമ്മാണം നടക്കുകയാണ്. ഒരു വലിയ ത്യാഗമാണ് ചെയ്യുന്നത്. ഒരുപാട് പണിക്കാരൊന്നും കൂടെയില്ല. വാപ്പയും മോനും തന്നെ കല്ലെടുത്ത് ചുമന്നുകൊണ്ടുവന്ന് അതടുക്കി വെച്ച് അത് പാകപ്പെടുത്തി പടവ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ മരുഭൂമിയിൽ കയറി നിൽക്കാൻ വേറെ തണലുകളില്ലാത്ത ഇടത്ത്, സഹായികളായി ആരെയും കിട്ടാത്തൊരിടത്ത് ആ കെട്ടിടം പണിയുകയാണ്. അങ്ങനെ ആ കെട്ടിടം പണിത് കഴിയുമ്പോൾ അവരുടെ ദുആ നിങ്ങൾ നോക്കൂ. ഞങ്ങളിതാ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നു എന്നല്ല, റബ്ബനാ തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ റബ്ബേ. നമ്മളെ മനസ്സെന്താ? നട്ടുച്ചക്ക് നമ്മൾ വന്നില്ലേ പള്ളിയിൽ, അല്ലേ? ഇത്ര ആൾ പള്ളിയിൽ വരാത്തതുണ്ട്. നമ്മൾ ഇത്രയെങ്കിലും കൊടുത്തില്ലേ? സക്കാത്തായിട്ടും സദക്കായിട്ടും ഒന്നും കൊടുക്കാത്ത എത്ര ആളുണ്ട്, അല്ലേ? ഉമ്മാനെ അടിക്കുന്ന, തല്ലുന്ന, പുറത്താക്കുന്നവരുള്ളപ്പോ ഞാൻ കഷ്ടപ്പെട്ട് ഉമ്മാനെ നോക്കണില്ലേ? ഇങ്ങനെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആരെയാണ് നമ്മുടെ ജീവിതവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്? സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന ആളുകളുമായി താരതമ്യപ്പെടുത്തി നാം നമ്മുടെ അമലുകളിൽ പെരുമ നടിക്കാറുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? കഅബ നിർമ്മാണം പോലെയുള്ള ഒരു വലിയ അമല് ചെയ്തിട്ട് ഈ വാപ്പയും മോനും പറയണത്, പടച്ചോനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ആ വിനയമാണ് എല്ലാ അമലുകൾക്കു ശേഷവും ഉണ്ടാകേണ്ടത്. ആ വലിയ സംരംഭത്തിന് ശേഷവും വിനയാന്വിതരായിക്കൊണ്ട് ഇത് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. നമസ്കാരത്തിന് ശേഷം, നോമ്പിന് ശേഷം, സദഖകൾക്ക് ശേഷം, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ മനസ്സിങ്ങനെ തന്നെയാണോ? കുടുംബക്കാരെ സന്മാർഗത്തിലേക്ക് നയിച്ചവരാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ ഇത് പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ആൾക്കാരോട്, സൂറ മറിയമിൽ തന്നെയാണ് അള്ളാഹു പറയുന്നത്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. തൻ്റെ കുടുംബക്കാരോട് അദ്ദേഹം നിസ്കരിക്കാൻ കൽപ്പിച്ചു, സക്കാത്ത് നൽകാൻ കൽപ്പിച്ചു. തൻ്റെ നാഥൻ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം. നമ്മളെ കുടുംബക്കാരോട് നമ്മൾ പറയലുണ്ടോ? നിസ്കരിക്കാൻ പറയലുണ്ടോ? കല്യാണത്തിന് വിളിക്കും, തൽക്കാലത്തിന് വിളിക്കും എന്നല്ലാതെ മക്കളെ വിളിച്ചോണ്ടാറുണ്ടോ? നമ്മൾ പള്ളിയിലേക്ക് വരും, പുരയിൽ ചോറ് വെച്ച് തരുന്നൊരു പെണ്ണുണ്ടല്ലോ, ഓളെ നിസ്കാരം എന്താണ്, നോമ്പെന്താണ്, ദീനെന്താണെന്ന് നമ്മൾ നോക്കാറുണ്ടോ? വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ മേശൻ്റെ മുകളിൽ ചോറ് റെഡിയായില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വെറുപ്പ് ഇങ്ങോട്ട് പുറത്ത് വരുമ്പോൾ ഓള് ദുഹറെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ടോ? എന്താണ് നമ്മുടെ കുടുംബത്തെ കുറിച്ച്, അവരുടെ ഖബറിനെ കുറിച്ച്, അവരുടെ പരലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചാരം? ഞാൻ എൻ്റെ മക്കൾക്ക് ഉടുപ്പ് വാങ്ങി കൊടുക്കുമ്പോൾ ആ ഉടുപ്പിട്ടിട്ട് നരകത്തിലേക്ക് പോണ കോലത്തിലാണോ എൻ്റെ മോളുള്ളത് എന്ന് പരിശോധിക്കണ്ടേ? അപ്പോ കുടുംബത്തെ സന്മാർഗത്തിലാക്കാനുള്ള പരിശ്രമം അതൊരു എഞ്ചിനീയറിംഗ് ആണ്. എല്ലാവർക്കും ആ മേഖലയിൽ പൂർണ്ണ വിജയത്തിലെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ അത് നേടണം. അതിനുള്ള സംവിധാനമൊക്കെ ഇപ്പോഴത്തെ കാലത്തുണ്ട്. മുമ്പത്തേതിനേക്കാൾ അതൊക്കെ കൂടുതലുള്ള കാലമാണിത്. മക്കളെ വിഷയത്തിൽ, കുടുംബത്തിൻ്റെ വിഷയത്തിൽ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ സ്വയം കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കഴിവ് നേടിയെടുക്കാനുള്ള ട്രെയിനിങ് സെൻ്ററുകൾ ഉണ്ട്. അവിടങ്ങളിലൊക്കെ പോയിട്ട് ഇത് കാര്യത്തിലെടുക്കണമല്ലോ. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രത്യേകത,
കുടുംബത്തെ സന്മാർഗത്തിലേക്ക് നയിച്ചവരായിരുന്നു. പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമയുള്ളവരായിരുന്നു. ഇഫ്അൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാന്റെ കൽപ്പന പാലിച്ചോളൂ വാപ്പാ, സബ്റുള്ളവരിൽ അങ്ങേക്ക് എന്നെ കാണാം എന്ന് പറഞ്ഞു ഇസ്മായിൽ അലൈഹിസ്സലാം. സബ്ർ എന്ന് പറയുന്ന ഗുണം, എല്ലാ പരീക്ഷണങ്ങളെയും അതിനെ സ്വീകരിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഗുണം ഉണ്ടായിരുന്നു. ഇസ്മായിലിന്റെ ഉമ്മ, ഇബ്രാഹിമിന്റെ പ്രിയ പത്നി ഹാജർ റളിയല്ലാഹു അൻഹ, ഖാലത്ത് ലഹു അല്ലാഹുല്ലദീ അമറക ബിഹാദ. അവിടെ വിട്ടേച്ചു പോകുമ്പോൾ ചോദിക്കാൻ ഒറ്റ ചോദ്യമാണുള്ളത്. മരുഭൂമിയിൽ വിട്ടേച്ചു പോകുന്ന പ്രിയതമനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ നോട്ട് ചെയ്യണം. എന്താണ്? അള്ളാഹ് പറഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത്? അള്ളാഹു പറഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. ഖാല നഅം. എങ്ങോട്ടാ പോണത്, എപ്പം വരും എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹ് പറഞ്ഞിട്ടാണോ പോണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നഅം. ഖാലത് ഇദൻ ലാ യുളയ്യുന. അപ്പോൾ ഹാജർ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നാ പിന്നെ അള്ളാഹ് ഞങ്ങളെ കൈവിടൂല, അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്ന ബോധമാണ് ഹാജർ റളിയല്ലാഹു അൻഹുവിനെ നയിച്ചത്. നമ്മുടെ വീട്ടിലെ ഹാജറമാര് അവരെ നയിക്കുന്നത് ഈ വിചാരമാണോ? അവരുടെ മനസ്സിൽ ഈ വിചാരമുണ്ടോ? അള്ളാഹു ഉണ്ട് എനിക്ക്, അള്ളാഹു എന്നെ കൈവിടൂല എന്ന വിചാരമുണ്ടോ? അള്ളാഹു മതി എനിക്ക് എന്ന വിചാരമുണ്ടോ? പ്രിയമുള്ളവരെ, ആ വിചാരം ഇബ്രാഹിമിനും ഇസ്മായിലിനും ഹാജറക്കും കഴിഞ്ഞു പോയവർക്കല്ല. നമ്മളെ വീട്ടിലുള്ള ഇബ്രാഹിമിനും നമ്മളെ വീട്ടിലുള്ള ഇസ്മായിലിനും നമ്മുടെ വീട്ടിലുള്ള ഹാജറിനും, അഥവാ ആണിനും പെണ്ണിനും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആ ഒരു വിചാരം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരു വിചാരം ഉണ്ടാവുക എന്നതിനു വേണ്ടിയാണ് ഈ പറഞ്ഞ ഹജ്ജും ബലിപെരുന്നാളും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തും എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ തവക്കുൽ ഉണ്ടായിരുന്ന ഹാജർ റളിയല്ലാഹു അൻഹ ഓടിയ സ്ഥലം ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, അള്ളാഹുവിന്റെ ഷിആറുകളിൽ അള്ളാഹു തന്നെ നിലനിർത്തുകയാണ്. നോക്കൂ, സ്വന്തം കുഞ്ഞിന് ദാഹിച്ചിട്ട് ഉദർക്കാനുള്ള വെള്ളത്തിനല്ല കേട്ടോ പോയത്, ദാഹം മാറ്റാനുള്ള വെള്ളത്തിനാണ് പോയത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മതവും അനുഷ്ഠാനവും മാത്രമല്ല ഇസ്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിലൊക്കെ വലിയ പാഠമുണ്ട്. ആ വെള്ളത്തിന് വേണ്ടി പോകുമ്പോഴുള്ള ആ തവക്കുലിന്റെ മനസ്സ്, പരിശ്രമിക്കുന്ന മനസ്സ്, ആ കാൽപാദങ്ങൾ, ആ പെണ്ണിന്റെ കാലടിപ്പാദങ്ങൾ പതിഞ്ഞിടത്ത് ആ സഫയും മറുവയും ദീനിന്റെ ചിഹ്നങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ ആ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടുമല്ല 7 തവണ നടന്നെങ്കിലേ നിങ്ങളുടെ ഉംറയും ഹജ്ജും സാധുവാവുകയുള്ളൂ. ഒരാൾ സഹി ചെയ്യുന്നില്ല, വേറെല്ലാം ചെയ്ത് കഅബന്റെ അകത്ത് കയറി ഇരുന്നിട്ടും കാര്യമില്ല. സഫയിലും മറവിലൊന്നും ഞാൻ പോകില്ല, വാതിൽ തുറന്ന് അകത്ത് കയറിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഉംറയും കിട്ടൂല, ഹജ്ജും കിട്ടൂല. ഹാജർ ഓടിയിടത്തൂടെ നടന്നെങ്കിലും പോകണം. കാരണം അത്രമേൽ പവിത്രതയുള്ള, പരിശുദ്ധമായ, ഉറച്ച മനസ്സുള്ള മഹാവ്യക്തിത്വമായിരുന്നു, മഹദിയായിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹ. സൃഷ്ടാവിന്റെ കൽപ്പനക്ക് മുന്നിൽ എന്തിന് എന്ന് ചോദിക്കാതെ സ്വയം സമർപ്പിച്ച ഒരു കുടുംബത്തിന്റെ ഇതിഹാസമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ആരെങ്കിലും ഇബ്രാഹിമിന്റെ മാർഗം വെറുക്കുമോ? സ്വയം വിഡ്ഢിയായവനല്ലാതെ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഈ ലോകത്ത് നാം അദ്ദേഹത്തെ മികവുറ്റവനായി തെരഞ്ഞെടുത്തിരിക്കുന്നു,
പരലോകത്ത് അദ്ദേഹം സുഹൃതവാന്മാരിൽ ഒരാളാവും. സുഹൃതവാന്മാരിലായിരിക്കും അദ്ദേഹം ഉണ്ടാകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.